ദേ അപ്പാണ് കേട്ടോ രാത്രിയിലത്തൊക്കെ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ആ തോരനുണ്ടാക്കി കഴിച്ചു നോക്കിയേ, ടേസ്റ്റ് ഉണ്ടാവും. സൂപ്പറാടാ. ഇപ്പം ചട്ടിക്കകത്തേക്ക് പയറിട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പയറൊന്ന് വേകട്ടെ. നമ്മൾ കാവറക്കാൻ വേണ്ടി പച്ചക്കായ പൊളിക്കുമല്ലോ, അതിൻ്റെ തൊലിയാണ്. അത് നമുക്ക് തോരൻ വയ്ക്കാം. നല്ല ടേസ്റ്റുമാണ്, നല്ല ഗുണമാണ് ചെറുപയറും ചേർത്ത് ഇത് തോരൻ വയ്ക്കാം. അപ്പം ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇത്രയും ഉണ്ട് ഇത്. കണ്ടോ, ഇത് ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി വാരി എടുക്കണം ഈ കായുടെ തൊലി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്, അതുപോലെ കുറച്ച് ഉപ്പും കൂടി. ഇനി ഒന്ന് ഇളക്കി കൂട്ടി വെച്ച് ഇത് ഈ കായുടെ തൊലി ഒന്ന് നന്നായിട്ട് വേകട്ടെ. അപ്പം നമുക്ക് അരയ്ക്കാനുള്ളത് റെഡിയാക്കാം. 2 പച്ചമുളകും കൂടി അങ്ങ് അരിഞ്ഞിതിയെ. അരപ്പിനായിട്ട് കുറച്ച് മുളക് പൊടിയുണ്ട്, അതുപോലെ തന്നെ പച്ചമുളക്, വേപ്പില, കുറച്ച് ജീരകം, അങ്ങനെയുള്ള സാധനങ്ങൾ, കുറച്ച് ഉപ്പും കൂടി ചേർത്താണ് ഞാൻ അരപ്പ് റെഡിയാക്കിയിരിക്കുന്നത്. അരപ്പ് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ വെക്കുകയാണ്. ഒന്ന് വേകട്ടെ ഇത്. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് കടുക് താളിക്കാം. ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് കാവറുത്ത എണ്ണയാണ്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇടുന്നു, വേപ്പില, മുളകും കൂടി. കടുക് താളിച്ചത് മൂത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൂട്ടി മൂടി വെക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ. എന്നുവെച്ചാൽ സാധാരണ പണ്ട് കല്യാണ വീടുകളിലൊക്കെ ഇത് ചെയ്യുമായിരുന്നു. നല്ല ടേസ്റ്റാണ്, നല്ല ഗുണമാണ്. നമ്മുടെ കായുടെ തൊലിയല്ലേ, പച്ചക്കായുടെ തൊലിയാണ്, ഏത്തക്കായുടെ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. ഇപ്പൊക്കെ ഉണ്ട്, ഞാൻ നോക്കിയായിരുന്നു. അപ്പം ഇന്നത്തെ വിശേഷം ഇതാണ്. എല്ലാവരും ഒന്ന് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചെറുപയറും കൂട്ടി ഈ കായുടെ തൊലി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് റെഡിയാക്കുന്നത്. അപ്പം ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പം കണ്ടല്ലോ, ഞാൻ ഇനി സ്റ്റൗ